ത്രിവിക്രം, എന്തിനാ പിന്നെ വണ്ടി നിർത്തിയ? വണ്ടി പെട്ടെന്ന് ഓഫായതാ. എന്റെ ഈശ്വര, എന്താ പറ്റിയത്? ഞാൻ നോക്കട്ടെ. ശരി, എന്താന്ന് വെച്ചാ വേഗം നോക്കി ചെയ്യേ. ത്രിവിക്രം, അയ്യോ ആശുവാനി, ഞാൻ നോയിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ്. അല്ല, അവൻ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആ സാധനം വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനത് എവിടെയായിരിക്കും വെച്ചിരിക്കുകയെന്ന് നിനക്ക് എന്തെങ്കിലും രൂപമുണ്ടോ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഞാൻ എല്ലാ സ്ഥലം അരിച്ചു പറക്കി നോക്കിയതാ, പക്ഷെ നമുക്ക് വേണ്ട കാര്യം മാത്രം അവിടുന്ന് കിട്ടിയില്ല. ചത്തവൻ ചത്തു. കാര്യം എന്താണെന്നെങ്കിലും പറഞ്ഞിട്ട് അവന് ചത്തൂടായിരുന്നു. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ തല മരവിച്ചിരിക്കുക. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ വീടിനകം മുഴുവൻ പരിശോധിച്ചു, അതുപോലെ ഫാം ഹൗസിൽ നോക്കി. നേരത്തെ അയാൾ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ നോക്കി. എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ത്രിവിക്രം, എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ പുക വരുന്നേ? ശിവാനി, വണ്ടി വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ഞാൻ നോക്കട്ടെ. അയ്യോ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല മാഡം. മാഡം, ബോസിന് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ തോന്നല്ല. ഞാൻ പോയിട്ട് നോക്കിട്ട് വരാം. ഒരു ഭ്രാന്തും പറഞ്ഞോണ്ട് ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ നീ? ത്രിവിക്രം, പെട്ടെന്ന് വാ നീ. ദാ വരുന്നു. ശിവാനി, വണ്ടി ശരിയായില്ല. ഞാൻ മെക്കാനിക്കിനെ ഒന്ന് കിട്ടും നോക്കട്ടെ. ത്രിവിക്രം, പിന്നെ ലേറ്റ് ആവില്ലേ? വേറെ എന്തെങ്കിലും വഴി ആലോചിക്ക്. ടെൻഷൻ ആവുന്നതിന് നല്ലത് അതങ്ങ് മറന്നു കളയുന്നതല്ലേ. വേറൊന്നുമല്ല, ഒരു കാര്യം തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചോണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഹോസ്പിറ്റൽ? നന്ദീശ, നീ എവിടെയൊക്കെ നോക്കിയെന്നാ പറഞ്ഞല്ലോ മുതലാളി. വീട്ടിൽ നോക്കി, ഫാം ഹൗസിൽ നോക്കി, പിന്നെ ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചു. ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ നീ? ഇല്ല മുതലാളി. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ? ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമല്ലേ, ഒട്ടും സേഫ് അല്ല അവിടെ. അതൊക്കെ നിന്റെ വെറും തോന്നലാ നന്ദീശ. എനിക്ക് ഈ കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. അവൻ ആ സീക്രട്ട് ഒളിപ്പിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അവൻ ആ സംഭവം എവിടെ വെച്ചിരിക്കുന്നെന്നാ പറഞ്ഞത്? അത് അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് തന്നെ. അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലം അവന്റെ ഹോസ്പിറ്റലല്ലേ? അവന്റെ ഫാമിലിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവൻ അവന്റെ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട്. നീ അവിടെ ഒന്ന് പോയി നോക്കിയാൽ ഉറപ്പായും കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും നന്ദീശ, നീ ശരിക്കൊന്ന് ഓർത്ത് നോക്ക്. 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരു IT റെയ്ഡ് നടന്നു. അപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഭദ്രമായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ സാംബശിവന്റെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് കൊടുത്തിരുന്നു. അത് മാത്രം സേഫായി. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ ആ ഡോക്യുമെന്റ്സ് ഹോസ്പിറ്റലിൽ ഒരിടത്ത് ഒളിച്ചു വെച്ചു. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അത് അവിടെ കാണൂലേ? യെസ്. നീ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയി അവന്റെ ക്യാബിൻ ഫുൾ ആയിട്ടൊന്ന് അരിച്ചു പറക്ക. ആ സീക്രട്ട് തീർച്ചയായും നിന്റെ കയ്യിൽ കിട്ടും. യെസ്, യെസ്. സിസ്റ്റർ, ഡോക്ടർ എവിടെയുള്ളത്? ഡോക്ടറെ കാണണം. അവന് വേദന സഹിക്കാൻ വയ്യ. ഒന്ന് എന്താ മാഡം, എന്താ നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ ഒന്ന് വരൂ. ഓ, നിങ്ങൾ ദിഗ്വിജയ് സാറിന്റെ മോൻ ത്രിവിക്രമനല്ലേ? ഹായ്. ഹായ്. എന്താ പറ്റിയത്? ചെറിയൊരു ഇഞ്ചറി. അല്ല, ഇയാള് നന്ദീശന്റെ മോനല്ലേ? അതെ.
ഓക്കെ 1 മിനിറ്റ്. ആനന്ദൊന്നു വരൂ. ഇയാളെ കാഷ്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ. പെട്ടെന്ന് വേണം. ശ്രദ്ധിച്ച്. എനിക്ക് വയ്യ. നേരെ പിടിക്കാം. അല്ല, ഇത് നല്ല ആഴത്തിലുള്ള മുറിവാണല്ലോ. ഓ, ഇത് വെടികൊണ്ട പോലെ ഉണ്ടല്ലോ. ത്രിവിക്രം, എന്താ ഇത്? ഇത് വല്ല ഗൺഷോട്ട് പോലെ ആണോ? ഇത് പോലീസ് കേസാണ്. സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നോ? പോലീസ് കംപ്ലൈന്റ് ചെയ്യണോ? തീർച്ചയായും. ഇത് ക്രിമിനൽ കുറ്റമാണ്. പോലീസിൽ ഇൻഫോം ചെയ്താൽ എനിക്ക് ചികിത്സ നൽകാൻ പറ്റില്ല. ഐ എം സോറി. ഡോക്ടർ, പോലീസ് കംപ്ലൈന്റ് ഒന്നും വേണ്ട ഡോക്ടർ. ഇതങ്ങനെ പറ്റിയതൊന്നുമല്ല. ഞാൻ വഴുതി വീണപ്പോ പറ്റിയ മുറിവാണ് കാണുന്നത്. വീണതാണെന്നോ? കള്ളം പറയണ്ട. ഈ മുറിവ് കണ്ടാൽ അറിയാം വെടി കൊണ്ടത് തന്നെയാണെന്ന്. അയ്യോ ഡോക്ടറെ, ഇത് എന്റെ കുഴപ്പം കൊണ്ട് പറ്റിയതോ. ഞാൻ വീണ സ്ഥലത്ത് ഒരു കമ്പി ഉണ്ടായിരുന്നു. അത് കയ്യിൽ കയറിയിട്ട് ഇങ്ങനെ സംഭവിച്ചേ. ആയിക്കോട്ടെ, എന്നാലും ഡോക്ടർ ഈ വേദന ഒന്ന് മാറ്റിത്താ. ഡോക്ടർ പ്ലീസ് ഡോക്ടർ, അവര് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ്. ആയിക്കോട്ടെ മാഡം, എന്തായാലും ഞാൻ നോക്കട്ടെ. തൃശൂൽ, കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്. ഒന്നും പറ്റില്ല. കൊച്ചുമുതലാളി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇതൊന്നും കണ്ടങ്ങനെ പരിചയമല്ലല്ലോ. ബുദ്ധിമുട്ടാവല്ലേ? പോയിക്കോ. ഓക്കെ തൃശൂർ. ശിവാനി, എന്നെത്താൻ വാ. ഇല്ല ത്രിവിക്രം, നീ പൊയ്ക്കോ. ഞാൻ ഇവിടെ നിന്നോളാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ കുറച്ചും കൂടെ ധൈര്യം കിട്ടും. ഡോക്ടർ നേഴ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവുന്നത് വേറെയല്ലേ. നീ പൊയ്ക്കോ. ആ പ്രാവ് വന്ന് എല്ലാ പ്ലാനും ഇല്ലാതാക്കി. അത് വന്നില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എന്നേക്കുമായി ഇല്ലാതാക്കിയാനെ. അവനെ ഓർത്ത് ശിവാനി എന്തിന് ഇത്ര കൺസേൺ ആവുന്നേ? നന്ദീശൻ അങ്കിളോ? ഐ മീൻ മൈ ഒറിജിനൽ ഡാഡ്. അങ്കിൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? തൃശ്ശൂരിലെ ഷൂട്ട് ചെയ്ത കാര്യം അങ്കിൾ അറിഞ്ഞു കാണോ? അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചേനെ. എന്താ കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും ഡാഡിയെ ഫോൺ ചെയ്ത് കാര്യം എന്താന്ന് ചോദിച്ചേക്കാം. ജസ്റ്റ് ഹോൾഡ് ഓൺ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. പറഞ്ഞോ മോനെ. ഡാഡി ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? ഇല്ലല്ലോ, എന്താടാ? ഒന്നുമില്ല ഡാഡി, നന്ദീഷ് അങ്കിളിനെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഡാഡിയും കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ഇല്ലില്ല, ഞാൻ തന്നെ നന്ദീശനെ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് വിട്ടതാ. എന്താ ഡാഡി, ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? ചേച്ചേ, അതൊന്നും അല്ലടാ. ഓക്കെ ആക്ച്വലി ഐ എം വറീഡ്. അല്ല, അങ്കിൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് സാംബശിവന്റെ ക്യാബിനിലെ ഒരു കാര്യം നോക്കാനുണ്ടായിരുന്നു. ശിവ അങ്കിളുടെ ക്യാബിനിലോ? അവിടെ എന്താ ഡാഡി? അത് സീക്രട്ട് ആണോ? ഇറ്റ്സ് ഓക്കെ ഡാഡി, എന്നോട് പറയാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ലടാ.
ഇറ്റ്സ് ഓക്കെ ഡാഡി. എന്തെങ്കിലും പേഴ്സണൽ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. നന്ദീശ് ഞങ്ങൾ തിരക്കിട്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തോ പ്രോബ്ലം എന്ന് കരുതി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏയ് അങ്ങനൊന്നുമില്ലടാ, നീ ചോദിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് സാംബശിവൻ ഒരു കാര്യം എന്നെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പറയുന്നതിന് മുമ്പ് അവൻ നമ്മളെ വിട്ട് പോയില്ലേ. സോ ആ സീക്രട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നന്ദീശനെ അങ്ങോട്ട് വിട്ടത്. എന്താ ഡാഡി, സീക്രട്ടോ? എന്ത് സീക്രട്ട്? അതെനിക്കും അറിയില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവനെ വിട്ടത്. ഡാഡി, ആ സീക്രട്ട് ഹോസ്പിറ്റലാന്ന് എങ്ങനെ പറയാൻ പറ്റുക? ചിലപ്പോ വീട്ടിലും ആയിക്കൂടെ? എല്ലാ സ്ഥലത്തും ഒരുപാട് നോക്കിയതാ മോനെ. ഇനി ഹോസ്പിറ്റൽ മാത്രമേ ബാക്കിയുള്ളൂ. അത് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആണോ? ശരി ഡാഡി. ഡാഡി, അങ്കിളിന് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ? വേണ്ട, അവിടെ നന്ദീശനുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. എന്നാ ശരി ഡാഡി, സീ യു. ഓക്കെ, ബൈ. അപ്പൊ ഡാഡി ഹോസ്പിറ്റലിൽ വന്നതിന്റെ ഉദ്ദേശം സാംബശിവൻ അങ്കിളിന് അറിയാവുന്ന സീക്രട്ടിനെ പറ്റി അറിയാനായിരിക്കും. ആ സീക്രട്ട് വേറൊന്നുമല്ല, എന്നെയും തൃശ്ശൂരിനെ എക്സ്ചേഞ്ച് ചെയ്ത കാര്യ. ഈ കാര്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല. ഞാനതിന് സമ്മതിക്കില്ല. നന്ദിശങ്കർ, നന്ദിശങ്കർ. ആ കൊച്ചുമലയാളി എന്താ ഇവിടെ? നന്ദിശങ്കർ, അങ്കിൾ. എന്തിനാ കുഞ്ഞെങ്ങനെ ആവശ്യമില്ലാതെ കരയുന്നേ? അത് പിന്നെ അങ്കിൾ, നമ്മുടെ തൃശ്ശൂരിൽ എന്താ പറ്റിയെന്ന് പറ. എന്താ പറ്റിയെന്ന് പറയാൻ. അത് അങ്കിൾ, ഞാൻ ഫയർ ചെയ്യുന്ന സമയത്ത് എന്റെ ഉന്നം മാറി അവന്റെ കയ്യിലൊന്ന് കൊണ്ടു. ദൈവമേ, എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? വാ അങ്കിൾ, ഞാൻ വരാം. തൃശ്ശൂർ മോനെ, തൃശ്ശൂർ എന്താ പറ്റി മോനെ നിനക്ക്? നീ അച്ഛനോട് പറയണോ? ഭഗവാനെ, എന്റെ മകന്റെ ഈ അവസ്ഥ എനിക്ക് കാണാൻ വയ്യല്ലോ. എന്ത് കഷ്ടമല്ലേ. ഇത്രയും ചെറിയൊരു കാര്യം അറിഞ്ഞപ്പോ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ വിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മകനെ കാണാൻ വന്നിരിക്കേ. എന്തൊരു അശ്രദ്ധയാണ് നിനക്ക്. ഭാഗ്യം കൊണ്ട് മാത്രമല്ല ഇപ്പൊ നീ രക്ഷപ്പെട്ടത്. അച്ഛാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എടാ, ഇത്രയൊക്കെ നിനക്ക് പറ്റിയിട്ട് ഒന്നും സംഭവിച്ചില്ലെന്നോ? എനിക്ക് സത്യത്തിലൊന്നും പറ്റിയിട്ടില്ലെന്നേ. ചെറിയൊരു മുറിവ് പറ്റാത്രേ ഉള്ളൂ. പക്ഷെ കൊച്ചുമുതലാളി പറഞ്ഞത് വെടിവെച്ച് പറയാതെ നിന്റെ ദേഹത്ത് കൊണ്ടുവന്നാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അവരൊന്നും ചെയ്തതല്ല അച്ഛാ. ഞാൻ തന്നെ കാല് തെറ്റി വീണതാ. അപ്പൊ അവിടെ കിടന്നൊരു കമ്പി കുത്തി കഴിഞ്ഞു. പക്ഷെ കൊച്ചുമുതലാളി പറഞ്ഞത് അച്ഛാ, അവര് വെറുതെ തെറ്റിദ്ധരിച്ചതാ. അതൊന്നും കാര്യാക്കണ്ടെന്നേ. ഞാനായിട്ട് തന്നെ വീണതാ. അത് കൊള്ളാലോ. തൃശ്ശൂരിൽ എന്റെ പേര് പറയാതെ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്തു. എനിക്ക് വേണ്ടത് ഈ ഡ്രാമയല്ല, സാംബശിവൻ അങ്കിള് വെച്ചിരിക്കുന്ന സീക്രട്ടാ. തൃശൂൽ, ഇത്രയൊക്കെ വളർന്നു വലുതായിട്ടും നിനക്കെപ്പോഴും കുട്ടിക്കളിയാണോ? മാഡം, നിങ്ങൾ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഞാൻ ആളുടെ അടുത്ത് സെപ്പറേറ്റ് ട്യൂഷന് പോക്കോളാം. എന്നെ പഠിപ്പിച്ചു തരുമോ മാഡം? കണ്ടില്ലേ ഇതാ അവസ്ഥ. എക്സ്ക്യൂസ് മീ, ഈ സാംബശിവന്റെ ക്യാബിൻ ഏതാ? ഡോക്ടർ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം? അതെനിക്കറിയാം. ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതല്ല. ഡാഡി ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതവരുടെ ക്യാബിനിൽ എടുക്കാൻ വേണ്ടി വന്ന. ഓക്കെ, നോ പ്രോബ്ലം. മേളിൽ ചെന്നിട്ട് ലെഫ്റ്റ്, അവിടെ ഫസ്റ്റ് റൂമാണ് സാറിന്റെ ക്യാബിൻ. ഓക്കെ, താങ്ക് യു. വെൽക്കം.
ഈ ഡോർ ലോക്കാണല്ലോ. ഇപ്പൊ ഈ ഡോർ തുറന്നകത്ത് കയറിയില്ലെങ്കിൽ നന്ദീശനങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇതിനകത്ത് കയറി വേണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു മുമ്പ് ഇതിന്റെ അകത്ത് കയറിയേ പറ്റൂ. CCTV ഒന്നുമില്ല. പെർഫെക്റ്റ്. തൃശൂൽ, ദൈവം വലിയവനാ. ഒന്നുമില്ലെങ്കിലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അതെ അച്ഛാ. അച്ഛാ, ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ എങ്ങനെയാ അറിഞ്ഞത്? ഇല്ല, ഞാൻ വേറൊരു ആവശ്യമായിട്ട് വന്നതാ. അപ്പോ കൊച്ചുമുതലാളി പറഞ്ഞതാ. എന്താവശ്യത്തിന് വന്നു? ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനുള്ള കാരണം എന്താണെന്ന് ഒരിക്കലും തൃശൂൽ അറിയാൻ പാടില്ല. അച്ഛാ, ഒന്നുമില്ല മോനെ, ഞാനും പിന്നെ പറയാം. നിനക്കെല്ലാം ഒന്ന് ഭേദാവട്ടെ. ശരി അച്ഛാ. അല്ല, കൊച്ചുമുതലാളി അവിടെ? അവൻ പുറത്തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു. നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. ഏയ് വേണ്ട വേണ്ട, എന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും. വെറുതെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഉള്ള ടെൻഷൻ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. എന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളാ. കുറച്ചെങ്ങനെ സമാധാനമായിട്ടിരിക്കട്ടെ. എന്റെ സന്തോഷം ആർക്കും തല്ലി തകർക്കാനാവില്ല. എന്റെ ലക്ഷ്യത്തിന് ആരെങ്കിലും എതിര് നിന്നാ അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. യെസ്, സിസ്റ്റം. ഇമ്പോർട്ടന്റ് സീക്രട്സ് എല്ലാം സിസ്റ്റത്തിൽ ഉണ്ടാവില്ലേ? യെസ്, വെറുതെ സമയം വേസ്റ്റ് ചെയ്തു. കമോൺ 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 കമോൺ. മാഡം ഉള്ളതുകൊണ്ട് മാത്ര ഇവന് തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതിനെങ്ങനെയാ മാഡത്തോട് നന്ദി പറയേണ്ടത് മാത്രം എനിക്കറിയില്ല. അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവന് ശരിക്കും ഇതെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശിവാനി മേഡം എന്താ വേറൊരാളാ? നമ്മുടെ സ്വന്തം ആള് തന്നെയല്ലേ? സ്വന്തക്കാരെന്ന് പറഞ്ഞ? അതായത് മേഡം നമ്മുടെ മുതലാളിയുടെ വീട്ടിലേക്ക് വരേണ്ട ആളല്ലേ? അവരുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തന്നെയല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. തൃശൂൽ, അങ്ങനെ ആവാൻ വഴിയില്ല. മുതലാളി സ്വന്തക്കാരനായിരിക്കാം, പക്ഷേ ശിവാനി മാഡം ഇപ്പോഴും ആ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മാഡത്തെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത് അത്ര ശരിയായില്ല. എന്തിനാ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരാൾക്കൊരാവശ്യം വരുമ്പോ സഹായിക്കുന്നത് നമ്മുടെ കടമയല്ലേ? ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. ഫോർ ദിഗ്വിജയ്, ഇത് തന്നെ. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണല്ലോ. എന്തായിരിക്കും പാസ്വേഡ്? സാംബശിവൻ. ഇൻകറക്റ്റ് പാസ്വേഡ്. വേറെന്തായിരിക്കും? മാഡം, ഈ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ മാഡത്തിന് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. മാഡം പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. അല്ല, എന്തെങ്കിലും? സത്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇനി വേറെന്തായിരിക്കും? എന്താ 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 വൈഫിന്റെ പേരായിരിക്കോ? ഭാഗ്യ. ഭാഗ്യ.
ഇതുമല്ലേ പാസ്വേഡ്? എന്തായിരിക്കും?